എല്ലാവർക്കും ചിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാല് നമ്മുടെ ഷെഫ് പിള്ളയുടെ വളരെ വൈറൽ റെസിപ്പി ആയിട്ടുള്ള ഫിഷ് നിർവാണയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളെ കരിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ ക്ലീൻ ആക്കി എടുക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ ഈ ചെതമ്പലൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ അതേ രണ്ട് സൈഡും നമ്മളിവിടെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വാലൊക്കെ ഒന്ന് ഈ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പൊ ഇതിനൊക്കെ നല്ല കട്ടിയുള്ളത് കൊണ്ട് കത്തി വെച്ചിട്ട് ചെയ്യണേക്കാളും ബെസ്റ്റ് ഇതേപോലെ ഒരു കത്രിക വെച്ച് ചെയ്യണതാണ്. അപ്പോൾ ഒരു 150 രൂപയൊക്കെ ഉള്ളൂ ഇങ്ങനത്തെ ഒരു കത്രികയ്ക്ക്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതേ തലേരൊക്കെ സൈഡ് ഉണ്ടല്ലോ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ ഈ കത്രിക യൂസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വയറുഭാഗവും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ അതേ എല്ലാതും നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിവിടെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതേ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഈ മീൻ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറുമണം ഉണ്ടാവും. അപ്പം അത് മാറ്റിയെടുക്കാനായിട്ടേ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് വിനെഗറാണ്. അതും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 3 ടീസ്പൂണോളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ അതുമേ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ വയറിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെയായിരിക്കും കൂടുതലായിട്ട് ആ ഒരു സ്മെല്ല് ഉണ്ടാവുക. അപ്പം അതിനായിട്ട് അതിൻ്റെ ഉള്ളിലേക്കും ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടേ ഇതിൽ തന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ആ ഒരു ചെറുമണം പോയി കിട്ടും കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു മണം പോകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ കുറച്ച് ആഴത്തിൽ തന്നെ നമ്മൾ ഇതിനെ വരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് വരിഞ്ഞ് ഇതിലേക്ക് ഉണ്ടല്ലോ ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് പൊടികൾ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് അതിനെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ആദ്യം തന്നെ മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട, ആ വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ടുള്ള വെള്ളമൊക്കെ മതി. ഇനി നമുക്കിത് ഈ മീനിൻ്റെ മുകളിലേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതേ ആ വരിഞ്ഞ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ വീണ്ടും ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മീനൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, കാരണം നമ്മൾ ഇനി ഇതിനെ നാളികേരപ്പാലിലൊന്ന് വേവിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ മീനൊക്കെ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഒരു ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു വാഴല, ഇതേപോലെ ഒരു കഷ്ണം വാഴല എടുത്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇറക്കി വെക്കാം. അതിലേക്കാണ് ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള മീനൊന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്കുണ്ടല്ലോ കുറച്ച് നാളികേരപ്പാൽ വേണം. അപ്പം നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആ നാളികേരപ്പാലിലൊന്ന് കുറച്ചൊന്ന് ഉപ്പ് വേണം, അപ്പം അതിനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. അത് ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ ആ നാളികേരപ്പാലൊക്കെ അതിൽ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി റെഡിയായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം.
അപ്പോൾ അതേ ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇനി തുറന്ന് നോക്കുമ്പോൾ നോക്കിയേ ആ മീനും നാളികേരപ്പാലൊക്കെ നന്നായിട്ട് തന്നെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ. അപ്പോൾ അതേ എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല നാളികേരപ്പാലിലൊക്കെ അതിങ്ങനെ കുറുകി റെഡി ആയിട്ടുള്ളതുകൊണ്ട് ആ മീൻ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.